പുന്നപ്രയിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ CPIയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം നടന്ന ഈ ജയ്ക്ക് നേരത്തെ ചൂണ്ടിക്കാട്ടിയതിന് ശേഷമുള്ള ഊഷ്മളമായ സൗഹൃദത്തിന് ശേഷം നടന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. പദ്ധതികളെ മുടക്കുന്നതിന് ശ്രമിക്കുന്നവരുടെ കൂടെയല്ല നിൽക്കേണ്ടത്. ആ അനുഭവമല്ലേ നമ്മുടെ കേരളത്തിന് ഈ രണ്ട് കാലഘട്ടത്തിൽ കാണാൻ കഴിയുക. ഒരു കാലഘട്ടം പദ്ധതി മുടക്കുന്നവരുടെ കൂടെ ഗവൺമെന്റ് നിന്ന കാലം, മറ്റൊരു കാലം പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് നിന്ന കാലം. ശ്രീ ജോമോൻ ചക്കയാലക്കൽ, പദ്ധതി നടപ്പാക്കുന്നവരുടെ കൂടെയാണ് സർക്കാർ എന്നതാണ് മുഖ്യമന്ത്രി ഇവിടെ പറയുന്നത്. അത് CPIക്കുള്ള പരോക്ഷ മറുപടി എന്ന നിലയിൽ കൂടി കാണുകയാണ്. അപ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ പേരിൽ നേരത്തെ കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് പ്രശംസ നേടിയിട്ടുണ്ട്. ദേശീയപാത വിഷയത്തിലൊക്കെ അത് മറ്റുള്ളവർക്കും സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പൊതുവെ പറയുന്നു പദ്ധതികൾ നടപ്പാക്കുന്നവർക്കൊപ്പമാണ് എന്ന്. എന്തായാലും നിങ്ങളുടെ കടുംപിടുത്തം ഇടതുമുന്നണിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ അവരുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന വിധത്തിൽ വളരുമ്പോൾ നിങ്ങളുടെ തന്ത്രങ്ങൾ ഫലിക്കുന്നു എന്ന മനോഭാവമാണോ, ആ മനോഭാവത്തിലാണോ താങ്കൾ ഉള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് രേണുക, ഇപ്പൊ CPMന്റെ പ്രതിവക്താവ് ജേക്സി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് 1 മണിക്കൂറോളം സമയം ബിനോയ് വിശ്വവുമായി ഇന്ന് ചർച്ച നടത്തി. ആ ചർച്ചയുടെ വിവരങ്ങൾ ഒരുപക്ഷെ നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ജേക്സി തോമസിന് അറിയാം. അവർ വളരെ ചിരിച്ചു കളിച്ച് അവർ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പങ്കുവച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അവസാന നിമിഷങ്ങൾ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അഴിമതി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നു. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2024 മാർച്ചിൽ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കേരള സർക്കാർ ഉറപ്പ് കൊടുത്തതാണ് ഞങ്ങൾ ഇതിൽ ഒപ്പിടുമെന്ന്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുഴുവൻ മുൻപ് കഴിഞ്ഞതുമാണ്. ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു മുന്നണിയിലെ 2 പാർട്ടികൾ തമ്മിൽ നടക്കുന്ന ഈ ചക്കളത്തിപ്പോര്, ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശബരിമല പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇപ്പോൾ രാത്രിയിലടക്കം നമ്മൾ ചർച്ച ചെയ്യുന്ന നിലവാരത്തിൽ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഈ വിഷയം എത്തിക്കുന്നതിന്റെ പുറകിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ടോ എന്ന് വേണം സംശയിക്കാൻ. കാരണം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം CPIയും നടത്തിയിട്ടുണ്ട്, CPMും നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കും അറിയാം. അവർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. പറയുന്ന ഒരു കാവ്യവൽക്കരണമോ പറയുന്ന ഒരു സംഘപരിവാദിസമോ ഒന്നും ഇതിന്റെ പുറകിലില്ല എന്നും കുട്ടികളുടെ നല്ല നിലവാരത്തിൽ സുരേന്ദ്രനാണ് പറഞ്ഞത് ഇവിടെ എന്തൊക്കെ പഠിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ചരിത്രത്തെ കുറിച്ചൊക്കെ എല്ലാവരും പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അല്ല, ആർക്കും വേണ്ടത് പരിണാമ സിദ്ധാന്തം പഠിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു പരിണാമ സിദ്ധാന്തം എടുത്തു കളഞ്ഞിട്ട് ഇതൊക്കെ വരട്ടെ അതൊക്കെ ആർക്കും വേണ്ടാത്തതാണ് എന്ന് താങ്കൾ തീരുമാനിച്ചതുകൊണ്ട് മതിയോ? അല്ലല്ല, നമുക്കറിയാലോ, പ്രായോഗികമായ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരണം. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രായോഗികമായ പഠനം വിമാനം കണ്ടുപിടിച്ചത് പോലത്തെ പഠനമല്ലേ? അതാണ് ഇവിടെ പറ്റില്ല എന്ന് പറയുന്നത്. CPI കുറച്ച് ശക്തമായി പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രിയും മറ്റുള്ളവരും പറയുന്നതും അത് തന്നെയാണ്. എന്തായാലും അതിലേക്ക് വരേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല എന്നത് വിദ്യാഭ്യാസ സെക്രട്ടറി കൂടി പറഞ്ഞു. പക്ഷെ അതൊന്നും അറിയാതെയാണ് സുരേന്ദ്രൻ പറയുന്നത് പഠിപ്പിക്കുമെന്ന് പറയുന്നത്. അല്ല, അതല്ല, രാഷ്ട്രീയമായ ചില വാഗ്വാദങ്ങളാണ്. ആ സമയത്ത് ചിലപ്പോൾ പലതും പറഞ്ഞിരിക്കാം. അതൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ നാളുകൾ പ്രാവർത്തികമായെന്ന് വരത്തില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇത് കൃത്യമായ ഒരു അജണ്ടയാണ്. കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതി ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. കാരണം നമുക്കറിയാം CPIയുടെ പവർ എന്താ. നമ്മുടെ നാട്ടിലെ ആളുകൾ മുഖ്യമന്ത്രി 10-ാം തീയതി വന്ന് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇതിന് വേഗം കൂടിയത്. 10-ാം തീയതി വന്ന് 16-നകം എന്ത് സംഭവിച്ചു എന്നതാണ് അറിയേണ്ടത്. അപ്പൊ ആരുടെ അജണ്ട, എങ്ങനെ നടപ്പാക്കിയ അജണ്ട? ഞാൻ പറയുന്നത് കേൾക്കൂ. കേരളത്തിലെ 336 സ്കൂളുകൾക്ക് ഒരു വർഷം 1 കോടി രൂപ വെച്ച് കിട്ടുന്നത് അജണ്ടയാണോ? ഇവിടുത്തെ കുട്ടികളുടെ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളുകൾ നന്നായി വരുന്നത് ആരുടെ അജണ്ടയാ? ഇത് നോക്കൂ, എത്ര നല്ല പദ്ധതിയാണിത്. ഓക്കെ, സ്കൂളുകൾക്ക് പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളം അതിന്റെ ഏതാണ്ട് അതേ മോഡൽ
കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എങ്ങനെയാണെന്നോ അവിടുത്തെ സൗകര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. ലാബുകളായാലും ഈ PMശ്രീയിൽ പറയുന്ന സൗകര്യങ്ങളായാലും. പക്ഷേ ഫോട്ടോ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഫോട്ടോ ഉണ്ടാകില്ല, പേരുണ്ടാകില്ല, അത് സത്യമാണ്. പക്ഷെ ബാക്കിയുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണെന്നത് നമുക്കറിയാം. അപ്പോ എങ്കിൽ പോലും അവിടെ കിട്ടേണ്ടുന്ന പൈസ കിട്ടണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്താണ് ശ്രീ ജോമോൻ ചക്കാലക്കൽ, അതിന്റെ പേരിൽ SSIയുടെ ഫണ്ട് വരെ പിടിച്ചു വെച്ച് കേരളത്തെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഫണ്ട് പോലും പിടിച്ചു വെക്കുകയായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിലേക്ക് CPM പോകേണ്ടുന്ന തരത്തിൽ, വി ശിവൻകുട്ടി ഇതിലേക്ക് ഒപ്പിടേണ്ടുന്ന തരത്തിൽ, CPI ഇരുട്ടിൽ നിർത്തി ഒപ്പിടേണ്ടുന്ന തരത്തിൽ എന്ത് സംഭവിച്ചു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. രേണുക നോക്കൂ, 3 ആളുകൾ ഇവിടെ സംസാരിച്ചപ്പോൾ താങ്കൾ മിണ്ടാതിരുന്ന് കേട്ടു. അല്പം നിമിഷം ആരെങ്കിലും പറഞ്ഞോ എന്തിനാ സ്കൂളിൽ പരിണാമം സിദ്ധാന്തം പഠിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വേറെ ഏതെങ്കിലും പാനലിസ്റ്റുകൾ പറഞ്ഞത് താങ്കൾ കേട്ടോ? അബദ്ധങ്ങളല്ല ഞങ്ങൾ പറഞ്ഞത്, രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ പഠിപ്പിക്കട്ടെ എന്ന്. എന്തുകൊണ്ട് ഹെഡ്ഗേവറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് രേണുക്ക് പൊള്ളുന്നേ? ചരിത്രം മുഴുവൻ പഠിക്കട്ടെ. ഞാൻ പറഞ്ഞത് അത് പഠിക്കാമെങ്കിൽ ഇതും പഠിക്കാമെന്നാ പറഞ്ഞേ. ഇപ്പോ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ പറഞ്ഞത് കേരളത്തിന്റെ കരിക്കുലം എന്താണ് എന്നത് കേരളം തീരുമാനിക്കാം. അതാണ് വ്യവസ്ഥ എന്നിരിക്കെ ആരെ പഠിപ്പിക്കണമെന്ന് K. സുരേന്ദ്രൻ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ജോമോനും അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇനി ഈ പഠിപ്പിച്ചാൽ തന്നെ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. പഠിപ്പിച്ചാൽ തന്നെ എന്താണ് കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ. രീതിയിലല്ലേ പഠിക്കേണ്ടത്? എന്റെ രേണുക, ഞാൻ പറയുന്നത് വിഷയത്തിന് വെറുതെ അതും ഇതും പറഞ്ഞ് ആളുകൾക്കിടയിൽ നമ്മൾ ഒരു തെറ്റിദ്ധാരണ പരത്താതെ ഈ വിഷയത്തിന്റെ പ്ലസ് പോയിന്റിലേക്ക് മാത്രം കടന്നു വരണം. ഇപ്പൊ ഒരുപക്ഷെ ഇതിന്റെ കൃത്യമായ കരിക്കുലം നമുക്ക് അറിയില്ലെങ്കിലും ഒരുപക്ഷെ ചരിത്രങ്ങൾ പോലും ഒരുപക്ഷെ എല്ലാം പഠിപ്പിക്കില്ല. എന്തിനാ നമ്മുടെ കൈത്തുമ്പിൽ കിട്ടുന്ന ചരിത്രം പഠിച്ച് കുട്ടികളെ സമയം കളഞ്ഞ പ്രായോഗിക വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങൾ പറയുന്നത് പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാ ചരിത്രവും പഠിപ്പിക്കട്ടെ. എന്തുകൊണ്ട് ഹെഡ്ഗേവറിനെ കുറിച്ച് പഠിപ്പിച്ചാൽ കുഴപ്പം? ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചൊരു വ്യക്തിയെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അതിന് ഉത്തരം പറയൂ. എന്താണ് കുഴപ്പം? ആ വ്യക്തിയെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ ആരെങ്കിലും? പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം, ഗാന്ധിവധം പഠിക്കേണ്ട, ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കുക. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം മലയാളികളുടെയും ചില ചാനലുകളുടെയും ഒക്കെ പ്രൊപ്പഗണ്ടയാണ്. അങ്ങനെയൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. കൃത്യമായി ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു എന്ന് പറയുന്നത്, LDFന്റെ പ്രതിനിധി തന്നെ പറഞ്ഞില്ല. വിദ്യാഭ്യാസ സെക്രട്ടറി എന്താ പറഞ്ഞത്? കരിക്കുലത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്തണ്ട. പിന്നെ എന്താണ് ഇത്രയും കോടി രൂപ എന്തിനു നഷ്ടപ്പെടുത്തണമെന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? 3 പ്രാവശ്യം നിങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരോട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചല്ലോ, എന്താണ് പ്രോബ്ലം? NEPയുടെ വിഷയം നിങ്ങൾ പറയൂ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മിണ്ടാതിരുന്നല്ലോ. NEPയുടെ വിഷയം ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നല്ലോ. എന്താണ് കുഴപ്പമെന്ന് 3 NEPയുടെ വിഷയമല്ല ശ്രീ ജോമോൻ ചക്കാലക്കൽ. ഇതിപ്പോൾ 5:3:2 2:2 ആയിട്ട് ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചട്ടങ്ങൾ മാറുന്നതിന്റെ പ്രശ്നം മാത്രമല്ല. ഇതിന്റെയൊക്കെ ഇടയിലൂടെ കുത്തിവിടുന്ന മറ്റ് രാഷ്ട്രീയമുണ്ടല്ലോ, കാവ്യവൽക്കരണമുണ്ടല്ലോ. അതാണ് പ്രശ്നം. നേരായ വഴിക്ക് ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്നതിനുള്ള പ്രശ്നങ്ങളല്ല. അതിന്റെയൊക്കെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഉണ്ടല്ലോ, കാവ്യവൽക്കരണമുണ്ടല്ലോ, അതിനെയാണ് എതിർക്കുന്നത്. നോക്കൂ, ഞാൻ അത് ചൂണ്ടിക്കാട്ടിയല്ലോ. PM-ശ്രീ നടപ്പാക്കേണ്ടുന്ന സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാം എന്ന് വെക്കുമ്പോൾ എന്തിനാണ് അത് നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളുടെ SSI ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ അതിലേക്ക് സമ്മർദ്ദപ്പെടുത്തി എന്ത് നേടാനാണ്? ഇവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പൈസ കൊടുത്തേക്കാം, ഇവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് സഹായം എത്തിക്കാം എന്ന മനസ്ഥിതിയാണെങ്കിൽ എന്തിനാണ് അവർക്ക് അവകാശപ്പെട്ട പണം പോലും തടഞ്ഞു വെച്ച സമ്മർദ്ദം ചെലുത്തുന്നത്? അപ്പോൾ അതിന് പിന്നിൽ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആ സമ്മർദ്ദം വരുത്തുന്നത്. അങ്ങനെ പണമില്ലാതെ ഞെട്ടിപ്പിഴിയുമ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു. രേണുക, ഒന്നല്ലെങ്കിൽ രേണുക പറയൂ, ഇല്ലേ പറയാനുള്ള അവസരം തരും. ഞാനൊരു കാര്യം പറട്ടെ. എന്റെ MOയിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ ആ പണം ലഭിക്കൂ എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയിൽ ഒപ്പിടാതെ പണം കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ആടിനെ വളർത്താൻ ആളുകൾ ഷെഡിന് പൈസ കൊടുക്കും. നിങ്ങൾക്ക് 72,000 രൂപ ഇട്ടിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്കിപ്പോ ആട് വളർത്താനൊന്നും പറ്റത്തില്ല, എനിക്ക് പണം മാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് കേരളം പോലെ ഏറ്റവും അഴിമതിയുള്ള ഒരു സംസ്ഥാനത്ത് കൃത്യമായിട്ട് അതിൽ ഒപ്പിടാതെ പണം എങ്ങനെ? കേരളം പോലെ അഴിമതിയുള്ള സംസ്ഥാനമോ? അത് ഏത് മാനദണ്ഡത്തിലാണ് താങ്കൾ കേരളം പോലെ അഴിമതിയുള്ള സംസ്ഥാനം? ശബരിമല പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത്, ലക്ഷക്കണക്കിന് ആളുകൾ വർഷാവർഷം പോകുന്ന ഒരു സ്ഥലത്തെ സ്വർണം പോലും കാണാനില്ല, ദേവന്റെ വിഗ്രഹം പോലും കാണാനില്ല, മറ്റൊരു മോഡൽ അത് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ അഴിമതിയുള്ള സംസ്ഥാനം ഇന്ത്യയിൽ എവിടെയാണ്? നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്താ പറയാ അവതരിപ്പിച്ചോളൂ, പക്ഷെ നിഷ്പക്ഷമാകണ്ടേ അല്പമെങ്കിലും?
ആത്മമംഗലം നിഷ്പക്ഷമായിട്ട് ശബരിമലയിൽ ഒരു ചർച്ച സംഭവം നയിക്കണ്ടേ? ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു SIT സംഭവമാണോ? നടത്തുകയാണ്. ഒരു അല്ലാണ്ട് സംഭവമാണോ? ഞങ്ങളുടെ ഒരു സംഭവമാണോ? കേരളത്തെ ഒരു അഴിമതി സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് താങ്കൾ വടക്കോട്ട് നോക്കി ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ കാര്യം ആലോചിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ദയവായി പദ്ധതികൾ തുടരുക. ഞാനൊരു സംസ്ഥാനം എന്താണ് ഞാൻ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങൾ ഈ വിഷയത്തിന്റെ നിങ്ങൾ പറയുന്നു. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ മറ്റു ചാനലിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. നോക്കൂ, എന്തൊരു തെറ്റിദ്ധാരണ. മറ്റു ചാനലുകളിൽ പറയുന്നത് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ. താങ്കൾ കേരളത്തെ അപമാനിക്കുന്ന തരത്തിൽ അഴിമതി സംസ്ഥാനം എന്ന് പറയാൻ എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഏത് മാനദണ്ഡത്തിൽ പറഞ്ഞു? ഇനി കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും മാനദണ്ഡ പ്രകാരം അഴിമതി സംസ്ഥാനമായി കേരളത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ ഇല്ല എന്നിരിക്കെ ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റിനെ, എന്റെ സ്റ്റേറ്റിനെ അങ്ങനെ അപമാനിച്ച് പറഞ്ഞതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേതെങ്കിലും സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക.